നമസ്കാരം. ഇന്നിപ്പോൾ ന്യൂസ് ചാനലുകൾ നോക്കുമ്പോൾ നിമിഷപ്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാർത്തകളൊക്കെ തന്നെ നമ്മളെ എല്ലാവരെയും കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തയാണ്. ഞാൻ ടോട്ടലി കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മാറ്റി മറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ പ്രചരണങ്ങൾ നടക്കുന്നു. ഇതൊന്നും സത്യമല്ലെന്ന് കുറേ ആൾക്കാർ പറയുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇന്നലെ നിമിഷപ്രിയയുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ആശ്വാസം തരുന്ന രീതിയിലുള്ള, സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു വാർത്ത പുറത്തു വന്നു. കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കി, ഇങ്ങനെയായിരുന്നു വാർത്ത. അപ്പൊ കാന്തപുരവും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും ഒക്കെ തന്നെ ഈ ഒരു പോസ്റ്റുകൾ പങ്കുവച്ചു. അപ്പൊ ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് അവിടെ ഒരു ചർച്ച നടത്തി. കാന്തപുരം പറഞ്ഞത് പ്രകാരം അവിടെയുള്ള യമനിലെ പണ്ഡിത സമൂഹവും അതോടൊപ്പം തന്നെ യമൻ ഭരണാധികാരികളും പിന്നെ നയതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്റർനാഷണൽ ഓഫീസർമാരൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി. ഈ മധ്യസ്ഥ ചർച്ചയിലാണ് ശിക്ഷ റദ്ദാക്കാൻ തീരുമാനമായത്. ഇങ്ങനെ ഒരു തീരുമാനമായി എന്ന് പറഞ്ഞ് ഒഫീഷ്യലി ഇവർ അനൗൺസ് ചെയ്തു. അപ്പോൾ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നൊക്കെ തന്നെ പോസ്റ്റുകൾ ഷെയർ ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് അയച്ചു തന്നതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നോട്ടീസുകളും ഒക്കെ തന്നെ ഷെയർ ചെയ്തു. അപ്പോൾ ഇതോടുകൂടിയിട്ട് ന്യൂസ് ചാനലൊക്കെ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൺഫർമേഷനും ഉണ്ടായിട്ടില്ല. കാരണം ആര് വാർത്തകൾ ഷെയർ ചെയ്താലും അൾട്ടിമേറ്റ്ലി ഇത് കൺഫേം ചെയ്യേണ്ടത് ആരാണ്? ഒഫീഷ്യലി അനൗൺസ് ചെയ്യേണ്ടത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നോ ഒരു കൺഫർമേഷനും വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്നലെ വന്ന ആ വാർത്ത ഞാനൊന്ന് കാണിച്ചു തരാം. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. ശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായെന്ന വിവരമാണ് കാന്തപുരത്തിന്റെ ഓഫീസ് പങ്കുവയ്ക്കുന്നത്. യമൻ പണ്ഡിത സംഘത്തിന് പുറമെ ഉത്തര യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും മധ്യസ്ഥ ചർച്ചകളിൽ പങ്കെടുത്തെന്നാണ് വിവരം. എന്നാൽ ദയാധനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതേസമയം കേന്ദ്ര സർക്കാർ ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ കിട്ടിയ ശേഷം പ്രതികരിക്കാമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതിനിടെ നിമിഷപ്രിയയുടെ ശിക്ഷ റദ്ദാക്കിയെന്ന വാർത്ത നിഷേധിച്ച് യമൻ പൗരൻ തലാലിന്റെ സഹോദരൻ രംഗത്തെത്തി. ആരുമായി ചർച്ച നടത്തിയെന്ന് കാന്തപുരം വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വാർത്ത തെറ്റാണെന്ന് യമനിലെ സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോമും വ്യക്തമാക്കി. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇന്നലെ വന്ന വാർത്ത. അപ്പൊ ഈ വാർത്ത വന്നതോടുകൂടിയിട്ട് എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്ത് കമന്റുകളൊക്കെ ഇട്ടു. പക്ഷേ ഇന്ന് ന്യൂസ് ചാനൽ നോക്കുമ്പോൾ ഇന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് കേന്ദ്രം ഒരു ഒഫീഷ്യൽ റിപ്ലൈ തന്നിട്ടുണ്ട്. അപ്പൊ കേന്ദ്രം പറയുന്നത് ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല, ഈ പ്രചരിക്കുന്നതൊക്കെ തന്നെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അപ്പൊ അതിന്റെ വാർത്തയും കൂടി നമുക്ക് കേൾക്കാം. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ശരിയല്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഇന്ന് രാവിലെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ചില വ്യക്തികൾ പങ്കുവച്ച വിവരം വാസ്തവമല്ല എന്നാണ് വിശദീകരണം പുറത്തു വന്നത്. പ്രശാന്ത് രഘുവംശം ശരിയാണ്. പ്രശാന്ത്, ഇന്നലെ മുതൽ ഈ വിവരം പ്രചരിച്ചത് മുതൽ ഇത് സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നില്ല കേന്ദ്ര സർക്കാർ. അപ്പോൾ ഈ കൂടുതൽ ചർച്ചകൾ അനവസരത്തിൽ നടക്കുന്നതും കൂടുതൽ ആളുകൾ ഇടപെടുന്നതും കാര്യങ്ങൾ സങ്കീർണമാക്കുകയുള്ളൂ എന്നൊരു നിലപാടൊക്കെ കേന്ദ്രം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്? ഇതിൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇന്നലെ വിവരങ്ങൾ പുറത്തു വന്ന ഉടൻ തന്നെ നമ്മൾ വിദേശകാര്യ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് ഇത് അന്വേഷിച്ച് പറയാം എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ നൽകിയത്. എന്തായാലും രാത്രിയെല്ലാം അന്വേഷിച്ചെങ്കിലും എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയല്ല എന്ന മട്ടിൽ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അറിയിപ്പുകൾ അവാസ്തവമാണ് എന്നുള്ള രീതിയിലും ഇപ്പോൾ ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി അല്ലെങ്കിൽ റദ്ദാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് പറയാം. കേന്ദ്ര സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് എന്ന് നേരത്തെ കേട്ടല്ലോ. അപ്പൊ ഈ വാർത്ത വന്നതോട് കൂടിയിട്ട് രണ്ട് ചേരികളായിട്ട് ആൾക്കാർ തിരിഞ്ഞിട്ടുണ്ട്. ഒരു ചേരി പറയുന്നു കാന്തപുരം പറയുന്നതാണ് സത്യം, മറുവിഭാഗം പറയുന്നു കേന്ദ്ര സർക്കാർ പറയുന്നതാണ് സത്യം, കാന്തപുരം പറഞ്ഞതെല്ലാം തന്നെ കള്ളത്തരമാണ് എന്ന രീതിയിൽ കമന്റ്സുകളൊക്കെ വരാൻ തുടങ്ങി. ടോട്ടലി കമന്റ്സുകളിലൂടെ യുദ്ധമാണല്ലോ. അങ്ങനെ മൊത്തത്തിൽ കണ്ടോണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ തന്നെ കൺഫ്യൂഷനായി. ആര് പറയുന്നത് വിശ്വസിക്കണം, ആര് പറയുന്നതാണ് സത്യം? കുറെ ആൾക്കാർ പറയുന്നു കേന്ദ്രം ആരാണ്, കേന്ദ്രത്തിന് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യം എന്താണ്? പക്ഷെ ഇങ്ങനെ കമന്റുകൾ ഇടുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മൾ താമസിക്കുന്നത് ഈ രാജ്യത്താണ്. അപ്പൊ ഈ രാജ്യത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ഈ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒഫീഷ്യലി ഒരു കൺഫർമേഷൻ തരേണ്ടതും ഒഫീഷ്യലി ആ വാർത്തകളായാലും അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിലും സ്ഥിരീകരിക്കേണ്ടത് കേന്ദ്രമാണ്.
അപ്പൊ കേന്ദ്രം ആരാണ്, കേന്ദ്രം കളിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ഒരു വിഷയം. അപ്പൊ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് സത്യം. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വന്നു. അപ്പൊ ഇതോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ടോട്ടലി ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി, എന്താണ് സത്യം എന്നൊന്നും അറിയാത്തൊരവസ്ഥയായി. ഇപ്പൊ വരുന്നൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റുകൾ ഷെയർ ചെയ്തിരുന്നല്ലോ. ഈ പോസ്റ്റുകളൊക്കെ തന്നെ പിൻവലിച്ചേക്കാണ്. അതായത് ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഒക്കെ തന്നെ പങ്കുവച്ച പോസ്റ്റുകളും ആ ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ തന്നെ പിൻവലിച്ചേക്കാണ്. ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചത് എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ആ വാർത്തയും കൂടി നമുക്ക് കാണാം. ശിക്ഷാ ഇളവിനും മോചനത്തിനുമൊക്കെ കുറെ നാളായി തുടരുന്ന ശ്രമങ്ങളാണ്. അതിൽ ശിക്ഷാ ഇളവിനായുള്ള ശ്രമങ്ങൾ വിജയിച്ചു എന്ന് ഇന്നലെ കാന്തപുരത്തെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ ഷെയർ ചെയ്ത പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ ഒരു സ്ഥിരീകരണം ഇല്ല എന്നിടത്ത് തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ആ വാർത്ത കാന്തപുരവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇന്നലെ തന്നെ വിവരം സ്ഥിരീകരിക്കാൻ തയ്യാറായിരുന്നുമില്ല. അപ്പോൾ ഈ പലപ്പോഴായി വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഷാജഹാൻ കോഴിക്കോട് നിന്ന് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. ഷാജഹാൻ, ഈ നേരത്തെ ഈ ശിക്ഷ നീട്ടിവെക്കാൻ തീരുമാനമെടുത്ത സമയത്തും ഇതിൽ അവകാശവാദ തർക്കങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും പോകുന്നതാണ് കണ്ടത്. ഈ ഘടകവിരുദ്ധമായ വിവരങ്ങൾ പലപ്പോഴായി പുറത്തു വരുന്നതും ഈ ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നതും എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇതോടുകൂടിയിട്ട് ഇപ്പം കാന്തപുരം കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിലായിട്ടുണ്ട്. നമുക്കറിയത്തില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കേന്ദ്രത്തിന് ഒഫീഷ്യലി ഒരു ഇത് കിട്ടി കാണത്തില്ല. കേന്ദ്രത്തിന് യമനിൽ നിന്ന് ഒഫീഷ്യലി ഒരു നോട്ടീസ് കിട്ടുന്നിടം വരെ, ഒരു അറിയിപ്പ് കിട്ടുന്നിടം വരെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഇതിനകത്തൊരു കൺഫർമേഷനും ഉണ്ടാവത്തില്ല. ചിലപ്പോൾ കാന്തപുരത്തിന് അവരായിട്ട് ഇട്ടുകൊടുത്തതായിരിക്കാം. ഇവിടെ ആര് കള്ളം പറയുന്നു എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ആരെയും ഇവിടെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പൂർണ്ണമായിട്ടും ആരാണ് കള്ളം പറഞ്ഞത് എന്നറിയാതെ നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കാന്തപുരത്തിന്റെ ക്രെഡിബിലിറ്റി ഒരുപാട് ആൾക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവൻ കാന്തപുരത്തെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും കൂടി ഇപ്പോൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചതെങ്കിലും അത് പുറത്തു വരട്ടെ. ഇനി ശിക്ഷ റദ്ദാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പ്രചരിപ്പിക്കാതിരിക്കുക. അത് കാന്തപുരവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിലും, ഇനി കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിലും, അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനലുകാരാണെങ്കിലും ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പ്രചരിപ്പിക്കാതിരിക്കുക. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കാന്തപുരത്തിന്റെ ക്രെഡിബിലിറ്റി കുറെ ആൾക്കാർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ഒഫീഷ്യലി കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ഇത് ഷെയർ ചെയ്യാൻ നോക്കുക. ഇപ്പൊ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിലും ഒരുപാട് ആൾക്കാർ ചോദ്യം ചെയ്യും. അദ്ദേഹം സത്യമാണോ പറയുന്നത് എന്ന രീതിയിലേക്ക് ആൾക്കാർ ചിലപ്പം ഫേക്ക് ആയിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം കൺഫേം ആയതിനു ശേഷം, ഒഫീഷ്യലി അനൗൺസ്മെന്റ് വന്നതിന് ശേഷം മാത്രം ഇത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങളെയും കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. വ്യൂവേഴ്സ് മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയല്ലേ. ന്യൂസ് ചാനലുകാർ ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ അത് അപ്പം തന്നെ എടുത്തുകൊണ്ട് വന്നിട്ട് ന്യൂസ് ചാനലുകാർ റിപ്പോർട്ട് ചെയ്യും. അവർ സത്യം ഏതാ കള്ളം ഏതാന്നൊന്നും നോക്കുന്നില്ല. ന്യൂസുകാര് റദ്ദാക്കിയെങ്കിൽ റദ്ദാക്കി എന്ന് റിപ്പോർട്ട് ചെയ്യും, റദ്ദാക്കിയില്ലെങ്കിൽ റദ്ദാക്കിയില്ലെന്ന് റിപ്പോർട്ട് ചെയ്യും. ഇപ്പൊ പോസ്റ്റുകൾ പിൻവലിച്ചത് വരെ അപ്പോൾ ആ നിമിഷം തന്നെ ന്യൂസ് ചാനലുകാരെടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ന്യൂസ് ചാനലുകാർ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒഫീഷ്യലി കൺഫർമേഷൻ കിട്ടി. എല്ലാ കാര്യവും ഡയറക്റ്റ് ആയിട്ട് കേന്ദ്രം വഴി ആയിരിക്കണം നടക്കേണ്ടത്. അപ്പോൾ കേന്ദ്രവുമായിട്ടും ഒരു ചർച്ചകളൊക്കെ നടത്തി അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടൊരു കാര്യം ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ആകെ മൊത്തത്തിൽ വശപ്പിശകാവും, മൊത്തത്തിൽ പണി കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കാന്തപുരം ഇതിനകത്ത് ഇടപെടുന്നതായിരിക്കാം ഇനി നല്ലത്.